നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 1000 ബ്രൗണി ബൈറ്റ്സ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സിൽ എത്ര ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്, അങ്ങനെ വാങ്ങുന്ന സമയത്ത് ലാഭമുണ്ടോ. നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഇതുപോലെ ചോക്കോ ചിപ്പ് 1 kg വാങ്ങുമ്പോഴും നമ്മളിപ്പം ഒരുപാട് ചോക്ലേറ്റ്സ് ഒരുമിച്ച് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് യൂസേജ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കേക്ക് ഷോപ്പിൽ നിന്ന് കുറച്ച് ക്യാഷ് കുറഞ്ഞു കിട്ടും. നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ 1-2 പാക്കറ്റായിട്ടോ വാങ്ങുന്നത് പോലെയല്ല, ഹോൾസെയിലായിട്ട് നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് ബൾക്ക് പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ നമുക്ക് കുറച്ച് ക്യാഷ് കുറച്ച് തരും. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു 13 ഡാർക്ക് ചോക്ലേറ്റും ഒരു 3 മിൽക്ക് ചോക്ലേറ്റും ഒരു 3 വൈറ്റ് ചോക്ലേറ്റും ഒരു മിൽക്ക് കോമ്പൗണ്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ പാക്കറ്റും പഴയ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ടൈപ്സിൽ. അപ്പോൾ പിന്നെ നമ്മൾ ചോക്കോവില്ലയുടെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും ആ വീഡിയോസിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ ഒരു പുതുതായിട്ടുള്ള ഫോണ്ടൻ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നോർമലി വാങ്ങുന്ന ബ്രാൻഡ് വേറെയാണ്. അപ്പോൾ ഇത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ സമയത്ത് നമ്മൾ വാങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എലാസ്റ്റിസിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഫോണ്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരു ഫോണ്ടൻ്റ് സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് മെൽറ്റിംഗ് ടെൻഡൻസി അത്രയില്ല. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രേസും അങ്ങനെ പിന്നെ 2 ടയറിൻ്റെ ബോക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാനത് ഉൾക്കൊള്ളിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നതാണ്, ഞാൻ ആ ഒരു റെഡ് വെൽവെറ്റിൽ ഒരുപാട് കളേഴ്സ് ചേർക്കുന്നതായിട്ട് കണ്ടല്ലോ, ലിക്വിഡ് കളേഴ്സാണോ യൂസ് ചെയ്തത്? ഞാനത് കറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ബട്ടർ മിൽക്കിലാണ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജെല്ലും ലിക്വിഡും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബട്ടർ മിൽക്കിലാണ് പൊതുവേ കളേഴ്സ് മിക്സ് ചെയ്യാറുള്ളത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ 2 ഡ്രോപ്സ്, അത് കളറ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ ഒഴിക്കുന്നതായിട്ട് കണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം വന്നു കേട്ടോ. അതിപ്പോൾ വീഡിയോസിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം മേ ബി. ഞാൻ ലിക്വിഡ് കളേഴ്സും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, ഷെഫ് മാസ്റ്ററിൻ്റെ ജെല്ലും പിന്നെ റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിക്വിഡ് കളേഴ്സും യൂസ് ചെയ്തിട്ട് ബട്ടർ മിൽക്കിലാണ് ഞാൻ എപ്പോഴും കളർ മിക്സ് ചെയ്യാറുള്ളത്, മാക്സിമം ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ട്രേ എത്ര സൈസിലുള്ളതെന്ന്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 60 ലിറ്റേഴ്സിൻ്റെ ഓവന്, പുതിയ ഓവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 16 നീളവും 12 to 13 ഉള്ളിലാണ് വീതി വരുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു 100 പീസസോളം ഏകദേശം സെറ്റ് ചെയ്യാൻ പറ്റി. ഇത് പുതിയ ട്രേ ആണ് നമ്മൾ ഓവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. പിന്നെ വണ്ടർ ഷെഫാണ് കേട്ടോ, നമ്മൾ 60 ലിറ്ററിൻ്റെ OTG ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചിലത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം ചോദ്യം വന്നത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ എക്സ്പ്ലനേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡബിളായിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ 1 kg ബാറ്റർ ഉണ്ടാക്കുന്ന സ്ഥാനത്ത് ടിന്നിൻ്റെ സൈസും നമ്മുടെ ഓവൻ്റെ അവൈലബിലിറ്റിയും നോക്കിയിട്ട് നമ്മൾ 3 kgയുടെ അളവിലോ അല്ലെങ്കിൽ 3.5 അളവിലോ അല്ലെങ്കിൽ 2.5 അളവിലോ ബ്രൗണി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 1 kgക്ക് എത്രയാണോ എഗ്ഗ് എടുക്കുന്നത് അതിൻ്റെ എത്ര kg അളവിൽ അതിനനുസരിച്ചിട്ടുള്ള എഗ്സ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എഗ്സ് പല ടൈപ്പിലുള്ള ഇതിലൊക്കെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 10 ഇഞ്ചിലും പിന്നെ 60 ഇഞ്ചിലും പിന്നെ വീണ്ടും 10, 12 അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ മാറ്റി മാറ്റി പിടിച്ചതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ടിൻ സൈസസ് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1000 ബ്രൗണി ബൈറ്റ്സിന് ഒരു 7-8 തവണ എന്തായാലും നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 2 ദിവസങ്ങളിലായിട്ട്. ഇടയ്ക്ക് പിന്നെ 2-3 കേക്ക്സ് ഉണ്ടായിരുന്നു, 2 ടയർ കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ബ്രൗണി ബൈറ്റ്സ് 1000 ബ്രൗണി ബൈറ്റ്സിൻ്റെ കൂടെ 2 kgയുടെ റെഡ് വെൽവെറ്റ് കേക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതും ഒക്കെ നമ്മൾ ഈ ഒരു ബ്രൗണി ബൈറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ തലേന്നാണ് നമ്മൾ ഓവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 60 ലിറ്റേഴ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നതും വണ്ടർ ഷെഫിൻ്റെ തന്നെയാണ്. അപ്പോൾ സെയിം കമ്പനി തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഏകദേശം ഓൾമോസ്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നെക്സ്റ്റ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നതാണ്, എനിക്കത് പേഴ്സണലി വാട്സപ്പ് ത്രൂ ഗ്രൂപ്പ്സിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ബട്ടറും ചോക്ലേറ്റ്സും മെൽറ്റ് ചെയ്യുന്ന ഈ ഒരു മിശ്രിതം നമ്മൾ എഗ്ഗിൻ്റെ ബാറ്റിലേക്ക് ഒഴിക്കുമ്പം ചൂടോടെയാണോ ഒഴിക്കേണ്ടത്, എല്ലാം റൂം ടെമ്പറേച്ചറിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിലായിക്കഴിഞ്ഞാൽ നല്ലതാണ്. എന്നാൽ ചെറിയ ലെവലിൽ ചൂടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല ചൂടോടാക്കരുത്, എഗ്ഗ് ബോയിൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായാലും കുഴപ്പമില്ല.
എന്ന് കരുതി നല്ല ചൂടുണ്ടാവാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്കിന് ചെയ്യുന്നത് പോലെ ഭയങ്കര ഫ്ലഫി ആക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും പാടില്ല. അങ്ങനെ ആകുന്ന സമയത്ത് കേക്ക് ടെക്സ്ചറിലോട്ടേക്ക് മാറി ബ്രൗണി അല്ലാതെ വേറൊരു ടെക്സ്ചറായിട്ട് മാറും. അപ്പം നമ്മൾ എഗ്ഗും ഷുഗറും ഒന്ന് ഡിസോൾവ് ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് നോക്കണം. ലൈറ്റ് ഒരു കളർ ചേഞ്ചസ് ഡാർക്ക് യെല്ലോയിൽ നിന്നും ലൈറ്റ് ഷെയ്ഡിലോട്ട് ഒരു കളർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോയിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നില്ല, ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത്, അല്ലാതെ റിബൺ കൺസിസ്റ്റൻസി അല്ല, ആ ഒരു രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാലും കേക്ക് ടെക്സ്ചറായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഒരു കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ചോക്ലേറ്റ്സും ബട്ടറും മെൽറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്ത് മിക്സ് ചെയ്ത്, എന്നിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ 2-3 ബാച്ചസ് ആക്കിയിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മൊത്തത്തിൽ ഒരുമിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിപ്പോൾ ഏത് കേക്കിനായിക്കോട്ടെ ബ്രൗണിക്കായിക്കോട്ടെ സെയിമാണ്. പിന്നെ നമ്മൾ ഈ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഡബിൾ സൈഡായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ബ്രൗണിക്ക് ഏറ്റവും നല്ലത് പാർച്ച്മെൻറ്റ് പേപ്പറാണ്. പിന്നെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രേയിൽ ഏകദേശം എത്ര ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ ബാറ്റർ പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ശരിക്കും കാണിച്ചു തരുമോ? വീഡിയോസിൽ കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം എല്ലാ വീഡിയോസിലത്തെ കാര്യങ്ങളും ഫുള്ളും നമുക്ക് വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആൻഡ് ലെങ്തി ആയിപ്പോവും വീഡിയോസ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊക്കെ ഏകദേശം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ പോലെയല്ല, കുറച്ചൊരു തിക്കായതുകൊണ്ട് തന്നെ സ്പ്രെഡിങ്, പിന്നെ നമ്മളെ പാത്രവും വലിയ ടൈപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ലൈൻ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ കേക്കിന് മാത്രമല്ല, എയർ ബബിൾസ് നമ്മളെ ബ്രൗണിക്കും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഈവൺ ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു ലൈൻ ചെയ്യുന്നത് നല്ലതാണ്. സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് വരഞ്ഞു കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ ഈ ഒരു ലൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തേക്കും ബാറ്റർ ഒരേ തിക്നെസ്സിലാണോ ആയത് എന്നും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അതിനും കൂടിയാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നതും ലൈൻ ചെയ്യുന്നതും. പിന്നത്തെ ഒരു ഡൗട്ടാണ്, നമ്മൾ ഇതുപോലെ വെയിൻ മെഷീനിൽ ഡയറക്റ്റ് ആയിട്ടാണോ ടിന്ന് കേക്ക് ബേക്ക് ചെയ്യാനായാലും എന്തെന്നായാലും അളവ് നോക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതെന്ന്. അല്ല, നമുക്ക് വലിയ തരം പാത്രങ്ങളാണെങ്കിൽ ആ ഒരു മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എഴുത്ത് കാണത്തില്ല. അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ വെക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള ടിന്നായതുകൊണ്ട് ആ ഒരു ടിന്ന് വെച്ച് എന്നിട്ട് അത് ടയർ ചെയ്ത് 0 ആക്കിയതിന് ശേഷമാണ് നമ്മൾ വെയിറ്റ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് വെയിറ്റ് മനസ്സിലാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വെച്ചിട്ടുള്ള ആ ഒരു വെയിറ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ആഡായിട്ട് കാണിക്കും. അപ്പം ലെസ് ദാൻ ചെയ്തിട്ട് വേണം, കുറച്ചൊരു ലെസ് ചെയ്തിട്ട് വേണം. അതായത് ടയർ എന്ന് പറയുന്നത് 3ാമത്തെ ആ ഒരു സ്വിച്ച് ഞെക്കിയിട്ട് വേണം നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ട് അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും കേക്ക് ബേക്കിങ്ങിൻ്റെ ടൈമിലായിക്കോട്ടെ, ആർക്കും സ്റ്റുഡൻസിനായാലും നോർമലി നമ്മൾ കമൻസിലോ അല്ലാത്ത നമ്മൾ വീഡിയോസിൻ്റെ ആൾക്കാർക്കോ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒക്കെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, നമ്മൾ സെൻറ്ററിലാണ് ബാറ്റർ ഒഴിക്കുന്നതെങ്കിൽ മാക്സിമം സൈഡിലോട്ടൊക്കെ ആക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ സെൻറ്ററിൽ ഒഴിച്ചാലും നമ്മൾ നന്നായിട്ട് സ്ക്യൂർ ചെയ്ത് ലൈൻസ് ചെയ്ത് കൊടുക്കുക. കാരണം സെൻറ്ററിൽ കൊടുക്കുന്ന സാധനത്തിന് കുറച്ചൊരു ഡിഫറൻസ് വ്യത്യാസമുണ്ട് കേട്ടോ ആ ഒരു ബാറ്ററിന്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്കുക. അത് സെറ്റ് ആക്കിയാൽ തന്നെ കേക്കാണെങ്കിൽ കേക്കിൻ്റെ നടു കൊഴിഞ്ഞു പോവുക, ഇല്ലെങ്കിൽ എന്താ പറയുക നടു വേവാതിരിക്കുക, പിന്നെ ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു ഒട്ടൽ ഫീൽ ചെയ്യുക, അതൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതാ ബേക്കിംഗ് ടൈമിലുണ്ടാവുന്ന അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോസിൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും അലമ്പായ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് ആ സ്പോട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം വീഡിയോസിൽ അങ്ങനെ കാണിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ്. നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് നല്ല ഹൈറ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 ടയർ ചെയ്യേണ്ടതും ടോളായിട്ട് ചെയ്യേണ്ടതും ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പലതരം കേക്കിൻ്റെ റെസിപ്പീസും ഒക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ സ്പഞ്ചിലും ലെയേഴ്സിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ റെഡ് വെൽവെറ്റിന് നോർമലി നമ്മൾ കൊടുക്കാറുള്ളത് ഒന്നിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അല്ലെങ്കിൽ വൈറ്റ് ചോക്കോ ചിപ്പ്, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഞാനിതിപ്പോൾ സ്പഞ്ചിലും 2ലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ സ്പഞ്ചിൽ അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ
ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ക്രീമിൽ കൊടുത്ത സാധനം അത് കുറച്ച് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഒരുപാട് ലൂസല്ല എങ്കിലും കുറച്ച് ലൂസ് രീതിയിൽ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലും ലൂസായിട്ട് ചേർത്ത് കഴിഞ്ഞാലും ലെയേഴ്സ് തമ്മിൽ സ്പ്ലിറ്റായിട്ട് വഴുക്കി പോകാൻ ചാൻസ് കൂടുതലാണ് ഡെലിവറി ടൈമിൽ. പിന്നെ ഇതാ നമ്മുടെ നല്ല ക്രിങ്കിൾ ടോപ്പായിട്ടുള്ള ആ ഒരു ഫഡ്ജി ബ്രൗണി കട്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സും അതും ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ബേക്കിംഗ് ക്ലാസ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്കും ടിപ്സും ട്രിക്സും കാര്യങ്ങളും വേണം എന്നുള്ള ആൾക്കാർക്കും പിന്നെ നമ്മുടെ ബ്രൗണി ക്ലാസ്സിനും ഒക്കെ നമ്മളിതാ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബേക്കിംഗ് ക്ലാസ്സും ബ്രൗണി ക്ലാസ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഓർഡേഴ്സ് നമ്മൾ ഓഫേഴ്സ് ഇടേണ്ടതെന്നും പിന്നെ ക്രിങ്കിൾ ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരേണ്ട മെത്തേഡ്സും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ വീഡിയോസിലും ആ ഒരു ക്ലാസ്സിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടണം, അതുവഴി അത്യാവശ്യം സെയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു കട്ടിങ്സിൻ്റെ സൈസസ് അതായത് ബ്രൗണിക്ക് പല സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗണി ബൈറ്റ്സിന് എത്രയാണ് സൈസ്, നോർമലി സ്ലാബിന് എത്രയാണ്, പിന്നെ നമ്മൾ നോർമൽ പീസിന് എത്രയാണ്, അങ്ങനെ ഓരോ സൈസും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലുള്ള ട്രേസിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ബൾക്ക് ഓർഡേഴ്സ് ആയിക്കോട്ടെ അല്ലാതെ ഫങ്ഷൻസിന് നോർമലി ഐറ്റംസ് പിന്നെ ബർത്ത്ഡേക്ക് അങ്ങനെ എങ്ങനെയാണോ നമ്മൾ ബ്രൗണീസും കേക്ക്സും പീസസ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. പിന്നെ ചില ട്രേസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ചിലത് നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ട്രേ പല ടൈപ്പിലുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ടിന്നും പല ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ട്രേയിൽ കറക്റ്റ് സെയിം ഈവൺ ആയിട്ട് അങ്ങ് എടുത്ത് വെക്കാൻ പറ്റും, ചിലതിന് അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ബേക്ക് ചെയ്ത ബ്രൗണി ഇപ്പുറത്തുണ്ട്, പിന്നെ കേക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ആ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ അമ്മയും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുഡിങ്ങും ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്കോ ചിപ്പും നമ്മുടെ ബദാമും നട്ട്സും കാര്യങ്ങളും ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ടൊക്കെ നമ്മൾ കേക്കിൻ്റെ ലെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ക്രീമും കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ആ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രസ്റ്റ്ലെച്ചേഴ്സ് ലുക്കിൽ മുകളിൽ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിങ്കിൾ ടോപ്ഡായിട്ട് ഉള്ളിൽ നല്ല ഫഡ്ജി ആയിട്ടുള്ള 1000 പീസസിൻ്റെ ആ ഒരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്.